ഹലോ! ഇന്ന് നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതെവിടാ സ്ഥലം? അതെ, എറണാകുളം ബ്രോഡ്വേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. കേട്ടിട്ടുണ്ട്, ടി വിയിൽ ഒരുപാട് ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മേ കണ്ടിരിക്കേണ്ടതാണ്. പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കൂടി ഇതൊന്ന് കാണേണ്ടത് വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈം ആയിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞങ്ങൾ രാവിലെയാണ് പോയത്. നമ്മുടെ ഈ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു. എന്നുവെച്ചാൽ കുഞ്ഞു രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ വാങ്ങി. ലൈറ്റ്സിൻ്റെ തന്നെ ഒരുപാട് കടകൾ, ക്രിസ്മസ് ട്രീ, കുറേ ക്രിസ്മസ് പപ്പേൻ്റെ വെറൈറ്റി ഓഫ് ഹാങ് ചെയ്യേണ്ട സാധനങ്ങൾ, നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഏത് എടുക്കണം എന്നുള്ള ഡൗട്ടായിരിക്കും. ആദ്യം മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയി കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും പോയി കണ്ട് പിന്നെ ഏകദേശം എല്ലാം കിട്ടുന്ന ഒരു ഏരിയയിൽ പോയിട്ട് ഞങ്ങളെടുത്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കാണാത്ത ഇനിയും സ്ഥലങ്ങളുണ്ടാവും. ഞങ്ങൾ ആദ്യം പോയ നവംബർ ലാസ്റ്റ് പോലെ ഞങ്ങൾ പോയി. അപ്പോൾ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. സ്റ്റാർസൊക്കെ എന്ത് വെറൈറ്റി സ്റ്റാർസും എന്ത് ഭംഗിയാണ്. റേറ്റ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ. ഇത് ഹോൾസെയിൽ സ്ഥലമാണല്ലോ. ഇത് സത്യം പറഞ്ഞാൽ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എവിടെ നോക്കിയാലും കണ്ടിന് ഭയങ്കര സന്തോഷം തരുന്നത്. എവിടെ പോകണം, എന്ത് വാങ്ങണം, ആകെ ഡൗട്ടായിരുന്നു. സ്റ്റാർസൊക്കെ ലൈറ്റ്, ഇതൊക്കെ നൈറ്റ് ടൈം കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങി ഇനി കാണാൻ പോകുന്നതാണ്. ഞാൻ ആ ഐറ്റംസൊക്കെ വെച്ച് നമ്മുടെ വീടൊന്ന് അലങ്കരിച്ചത്. ഒരു ഇലക്ട്രീഷ്യൻ ചേട്ടനെ വിളിച്ചാണ് ചെയ്തത്. നമുക്ക് മേലെ നിന്നൊക്കെ കണക്ഷൻ എടുത്തൊക്കെ വേണമായിരുന്നു കൊടുക്കാൻ. അങ്ങനെ എൻ്റെ വീട് അങ്ങനെ ഉണ്ട്. പുറത്ത് നോക്കുമ്പോൾ ഇതാ വ്യൂ. ഉള്ളിൽ ഇങ്ങനെയാണ്. ഞാനൊരു കുഞ്ഞു ട്രീ, ഒരു 4 ഫീറ്റിൻ്റെ ഒരു കുഞ്ഞു ട്രീയും ഒരു കുഞ്ഞ് റെഡിമെയ്ഡ് പുൽക്കൂടും പിന്നെ സ്റ്റാർസും മറ്റേ ഹാങ്ങിങ്ങിൻ്റെ സ്റ്റാറിൻ്റെ ലൈറ്റും പിന്നെ വേറെ ഇങ്ങനത്തെ ഒരു ലൈറ്റും ഒക്കെ വെച്ചു. എന്നിട്ട് ഞാൻ ആ മറ്റേ ഗ്രീൻ ടൈപ്പ് ഓഫ് ആ ഷീറ്റില്ലേ നമ്മൾ ഇടുന്ന, അതുപോലെ വാങ്ങിയിട്ട് ഒരു ടേബിളിൻ്റെ മേലെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തു. ചെറിയ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായി. നമുക്കിത് കാണുമ്പോൾ രസമല്ലേ. കണ്ണൂർ വീട്ടിൽ നമ്മളെപ്പോഴും നന്നായിട്ട് അലങ്കരിക്കും. ചാച്ചൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക ചെയ്യുക വേറെ മോഡലിൽ. അപ്പോൾ ഇത് കണ്ടു, വീണ്ടും ഉള്ളിൽ ഞാനിങ്ങനെ ചെറിയ രീതിയിലൊരു ക്രിസ്മസ് ഡെക്കർ ചെയ്തു. നമ്മുടെ കുഷ്യൻസിനൊക്കെ ക്രിസ്മസ് ടൈപ്പ് ഓഫ് കവേഴ്സ് ഇട്ടു, ടേബിൾ ക്ലോത്ത്, പിന്നെ ചെറിയ അവിടെ ഇവിടെ ഹാങ്ങിങ്. അവിടെ ഒരു യൂണിക്കോൺ ആടുന്നത് നമ്മൾ എന്താണ് പള്ളിപ്പെരുന്നാളിനും ഇപ്പോൾ വാങ്ങിയത് കേട്ടോ. അതാ ക്രിസ്മസ് ഐറ്റം അല്ലാത്തൊരു യൂണിക്കോണിന് അവിടെ കണ്ടത്. അങ്ങനെ എങ്ങനെയുണ്ട്? ഇതൊക്കെ ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. വലിയ റേറ്റൊന്നും ഇല്ല, പക്ഷെ ക്വാളിറ്റി നല്ലതാണ്. ഞാൻ ഇതൊക്കെ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഈ മറ്റേ ഹാങ്ങിങ് ഐറ്റംസൊക്കെ നമ്മുടെ ബ്രോഡ്വേ നിന്നാണ്. ഈ കുഷ്യൻസും ഈ ടേബിൾ ക്ലോത്തൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഷോക്കേസ് പോലെ ഉണ്ട്. അതിൽ ഞങ്ങൾ ഈ വീട് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ഇതിങ്ങനൊരു ഡിവിഷൻ വരുന്ന പോലെ ഞാൻ ചെയ്തപ്പം ഇതെൻ്റെ കയ്യിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു പുൽക്കൂട് സെറ്റ്, അതൊക്കെ അതിനകത്ത് ഇങ്ങനെ വെച്ച് എൻ്റെ ഒരു ഫിഷ് ടാങ്കിൻ്റെ ഒരു ചെറിയ കുഞ്ഞി ബൗളായിരുന്നു. ഫിഷിൻ്റെ മീൻ ചത്തുപോയപ്പോൾ ഞാൻ അതിനകത്ത് ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ കേട്ടോ. അതിനകത്ത് ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അതിൽ കൂടെ ഞാൻ കുറച്ച് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ ലൈറ്റൊക്കെ കൊടുത്ത് ഉള്ളിൽ കാണുമ്പോൾ ഒരു അടിപൊളിയായി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? കാണാൻ കൊള്ളാവോ? ചെറിയ രീതിയിലുള്ള അലങ്കാരമാണ് ഇത്. എത്ര ദിവസം വീടിനുള്ളിലുള്ളത് ഇങ്ങനെ ഇരിക്കുന്നറിയില്ല. കുഷ്യനൊക്കെ പറക്കും. എൻ്റെ സേവിച്ചനുണ്ടല്ലോ, പിന്നെ നമ്മൾ വീണ്ടും കൊണ്ടുവയ്ക്കും. ഇതൊക്കെ നമ്മൾ ബ്രോഡ്വേ എന്ന് വാങ്ങിയതാണ്. മറ്റ് താഴെ കാണുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അതൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ്. ഇത് പിള്ളേരുടെ റൂമിൻ്റെ ഡോറാണ്. ഇത് എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചത് അവരുടെ പേര് വെച്ചിട്ട്. ഇതെൻ്റെ കിച്ചൺ. അവിടെ ഒക്കെ ഞാനിങ്ങനെ ഡോറിലൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഓരോ ക്രിസ്മസിൻ്റെ ഓരോ ഡെക്കർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ചെയ്തത്. നെക്സ്റ്റ് ഡേ ഇവർക്ക് ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സ് തയ്പ്പിക്കാൻ എനിക്കിഷ്ടമാണ്. സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ചുമ്മാ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ സേവ് പക്ഷെ അതിനൊന്നും നിൽക്കില്ല. സേവി എങ്ങനെ എൻ്റെ പുൽക്കൂടിലെ രാജാക്കന്മാരെ ഓടിക്കാന്നുള്ള രീതിയിലാണ് അവനത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എത്ര നേരം ഇവരൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഈ പുൽക്കൂട് സെറ്റും ഈ പിന്നെ രൂപങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുഞ്ചു ഇങ്ങനെ പോസ്റ്റ് ചെയ്തൊക്കെ തന്നു. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സേവിച്ചും പിന്നെ നിൽക്കുന്നത് രാജാക്കന്മാരെയാണ്. അവൻ്റെ ഉന്നം, അവന് വേറെ ഒന്നുമില്ല. പക്ഷെ അവൻ്റെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ ഭയങ്കര പടം നിൽക്കത്തില്ലെന്ന്. കാലിൽ ടയർ പിടിപ്പിച്ച പോലെ എൻ്റെ ചെറുക്കനെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാൻ തുണിയെടുത്ത് തയ്പ്പിച്ചതാണ്. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവൻ്റെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ എടുത്തതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻ്റെ കർത്താവേ, എൻ്റെ രാജാക്കന്മാരൊക്കെ പറക്കുമോ? അവൻ കണ്ടില്ലേ, രാജാവിനെ ചാടിക്കുന്നു, എടുക്കുന്നു, പൊക്കുന്നു. അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവനല്ലോ. പക്ഷെ അവനെ എടുത്ത് എറിയണം എന്നില്ല എന്ന് തോന്നുന്നു. എടുത്ത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ദൈവമേ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കർത്താവേ തീർന്നു, ക്രിസ്മസ് വരെയെങ്കിലും രാജാവിൻ്റെ തലയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല,
അവനങ്ങനെ നോക്കുന്നു വെക്കുന്നു, അവൻ എന്താ ഉദ്ദേശിക്കുന്നതല്ല, പക്ഷെ അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ എൻ്റെ ആട്ടും കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് എറിയുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവൻ ഈ പുൽക്കൂട് ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ അവന് പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എടുത്ത് കളിക്കാൻ. അവനിങ്ങനെ എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ. ഇതൊക്കെ എനിക്ക് ക്രിസ്മസ് വരെ ഇരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുത്തത്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും അധികം സാധനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ 1-ാം തീയതി ഇട്ടായിരുന്നു, വീഡിയോ വരാൻ ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.